ഹലോ നമസ്കാരം, എല്ലാവർക്കും ആർ ടി മീഡിയയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ LD ക്ലർക്ക് റാങ്ക് ലിസ്റ്റിലെ സാധ്യതകളാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളുമായി ലക്കങ്ങളായി നിങ്ങളോട് സംസാരിക്കുന്നു. ഓരോ ജില്ലയിലെയും സാധ്യതകൾ പറയുമ്പോൾ പലർക്കും സംശയങ്ങൾ തോന്നാറുണ്ട്. അതിനുള്ള മറുപടികൾ പരമാവധി ഞാൻ പറയാൻ ശ്രമിക്കാറുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഓരോരോ ജില്ലകളായി ആവശ്യപ്പെടുന്നുണ്ട്. പല ജില്ലകളുടെയും ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടേയിരിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ എല്ലാ ജില്ലകളിലേക്കും ഞാൻ എത്താം. ചിലപ്പോൾ കുറച്ച് സമയമെടുക്കും. ഓരോരോ തിരക്കുകളായി പോകുന്നതാണ്. നമ്മൾ ജോലിയുടെ ഇടയിലും ജോലി കഴിഞ്ഞ് വന്നിട്ടുമാണ് ഇത്തരം കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. സമയമുള്ളപ്പോൾ മാത്രമാണ് ഇത് ചെയ്യുന്നത് എന്ന കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കാസർഗോഡ് ജില്ലയുടെ സാധ്യതകളാണ്. മറ്റ് എല്ലാ ജില്ലക്കാരും ക്ഷമിക്കുക, അവരിലേക്ക് ഞാൻ പിന്നീടെത്താം. കാസർഗോഡ് ജില്ലയുടെ ലിസ്റ്റ് പരിശോധിക്കുമ്പോൾ വളരെ ചെറിയ ലിസ്റ്റാണ്. പതിവ് പോലെ തന്നെ ചെറിയ ലിസ്റ്റാണ്. കാസർഗോഡ് മെയിൻ ലിസ്റ്റിൽ 344 പേരുണ്ട്. സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 361 പേര്. ഡിഫറൻ്റ് ഏബിൾഡ് കാറ്റഗറിയിൽ 19 പേരുണ്ട്. ടോട്ടൽ 724 പേരുണ്ട് കാസർഗോഡ് ജില്ലയുടെ ലിസ്റ്റിൽ. 724 പേര്. ഇനി ഓരോ കാറ്റഗറി ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈഴവ 116 പേരുണ്ട്. അത്യാവശ്യം എണ്ണമുണ്ട് ഈഴവ. ഓരോ 100 ഉള്ള എണ്ണം നോക്കിക്കഴിഞ്ഞാൽ ഈഴവ ആദ്യത്തെ 100 34 പേര്. പിന്നെ രണ്ടാമത്തതിൽ 100 101 മുതൽ 200 വരെ നോക്കുമ്പോൾ 37 പേര്. 200 മുതൽ 300 വരെ 31 പേര്. 101 മുതൽ മുകളിലോട്ട് അത്രയല്ലേ ലിസ്റ്റ് വരുന്നുള്ളൂ. 114 പേര്. അങ്ങനെ ടോട്ടൽ 116 പേരുണ്ട്. 344 വരെ, 301 മുതൽ 344 വരെ 14 പേര്. അങ്ങനെ 116 പേരാണ് ലിസ്റ്റിലുള്ളത്. ഓരോ 100ലും 31 കൂടുതൽ ആൾക്കാർ മിനിമം വരുന്നുണ്ട് എന്നർത്ഥം. രണ്ടാമത്തത് മുസ്ലിമാണ് കാസർഗോഡ് ജില്ലയിൽ ലിസ്റ്റിൽ ഒരുപാട് സാധ്യതകളുള്ളതാണ്. എണ്ണം വളരെ കുറവാണ്. മുസ്ലിം കാറ്റഗറിയിൽ നിന്ന് വന്നത് 13 പേരേ ആവുകയുള്ളൂ. അത് 3.8% വരുന്നുള്ളൂ. PCC റിസർവേഷൻ 12%. ഓരോ 100ലും 1 മുതൽ 100 വരെ 3 പേരേ ഉള്ളൂ. പിന്നെ 100 മുതൽ 200 വരെ വീണ്ടും ഒരു 5 പേര്. പിന്നെ 200 മുതൽ 300 വരെ 4 പേര്. 301 മുതൽ 344 വരെ ഒരാൾ. ഇങ്ങനെ സംവരണത്തിൻ്റെ ആനുകൂല്യം നല്ല രീതിയിൽ കിട്ടും. 12%. ഒരു അഡ്വൈസ് അത്യാവശ്യം പോയി കഴിഞ്ഞാൽ തന്നെ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നിന്ന് വരെ മുസ്ലിം കാറ്റഗറിക്ക് കയറാനുള്ള സാധ്യത ഈ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഉണ്ട് എന്ന് മനസ്സിലാക്കാം. ഇനി EWS കാറ്റഗറിയാണ്. EWS കാറ്റഗറിയിൽ 39 പേരുണ്ട് മെയിൻ ലിസ്റ്റിൽ. ആദ്യത്തെ 100ൽ 14 പേര്. 100 മുതൽ 200 വരെ 6 പേര്. 201 മുതൽ 300 വരെ നോക്കുമ്പോൾ 14 പേരുണ്ട്. 300 മുതൽ 400 വരെ 5 പേര്. ടോട്ടൽ 39 പേരുണ്ട്. 39 പേര് എന്ന് പറയുമ്പോൾ 11% വരും. അതും വലിയൊരു നമ്പറല്ല. അതുകൊണ്ട് 10% സംവരണം ഉള്ളതുകൊണ്ട് തന്നെ ആദ്യത്തെ 100 പേര് വരുമ്പോൾ വലിയൊരു നേട്ടം ഉണ്ടായില്ലെങ്കിലും പിന്നീട് അങ്ങോട്ട് നേട്ടം ഉണ്ടാകുന്ന ഒരു സാധ്യതയാണ് EWS ലിസ്റ്റിൻ്റെ കാര്യത്തിൽ കാണുന്നത്. ഞാൻ ഈ എണ്ണ എടുക്കുന്നതിൽ ചെറിയ മാറ്റം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരാം. എനിക്ക് പെർസെൻറ്റേജ് കിട്ടാൻ വേണ്ടി മാത്രമാണ് ഞാൻ എണ്ണ എടുക്കുന്നത്. പിന്നെ സാധ്യതകൾ നോക്കാനും. പിന്നെ SC കാറ്റഗറി ആകെ 3 പേരേ ഉള്ളൂ. ആദ്യത്തെ ആൾ 99 റാങ്ക്. പിന്നെ രണ്ടാമത്തെ ആൾ 239. അങ്ങനെ 3 പേരേ ഉള്ളൂ. അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. സംവരണത്തിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും നല്ല രീതിയിൽ കിട്ടും. 1% താഴെയാണുള്ളത്. 8% സംവരണമുണ്ട്. ST മെയിൻ ലിസ്റ്റിൽ ആരുമില്ല. കാസർഗോഡ് ജില്ലയിൽ ഏറ്റവും കൂടുതൽ OBC കാറ്റഗറിയാണ്. OBC കാറ്റഗറി ഓരോ ഇതിന് 85 പേരുണ്ട്. 3% സംവരണമേ ഉള്ളൂ. ആൾക്കാർ ഇതിന് 24% ഉണ്ട്. OBC കാറ്റഗറി കഴിഞ്ഞ ലിസ്റ്റിലും ഏതാണ്ട് ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അത്യാവശ്യം നല്ല ആൾക്കാർ OBC കാറ്റഗറിയിൽ നിന്ന് കാസർഗോഡ് ജില്ലയിൽ ലിസ്റ്റിൽ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് തന്നെ ഓപ്പൺ കാറ്റഗറി എവിടെയാണോ നിയമനം എത്തിയത് അതിൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും മിക്കവാറും OBCക്കും നിയമനം ഉണ്ടാവുക. നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ആദ്യത്തെ 100ൽ തന്നെ ഒരു 13 പേരുണ്ട്. പിന്നീട് അങ്ങോട്ട് 20, 26, 28 പേരോളം കാണുന്നുണ്ട്. എണ്ണത്തിൽ ചെറിയ മാറ്റങ്ങളുണ്ട്. പിന്നീട് അങ്ങോട്ട് ഓരോ കാറ്റഗറിയിൽ നിന്ന് അത്യാവശ്യം നല്ല ഓരോ 100ലും ആൾക്കാരുണ്ട്. 85 പേരോളം OBC കാറ്റഗറിയിലുണ്ട്. SIC നാട ആരും മെയിൻ ലിസ്റ്റിലില്ല. അതുകൊണ്ട് സംവരണത്തിന് ഒരാളേ ഉള്ളൂ. എവിടെയാണോ ടേൺ നിർത്തുന്നത് നോക്കിക്കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള നേട്ടം ഉണ്ടാവും. അതുപോലെ ഹിന്ദു നാടാർ ആരുമില്ല. LCക്കാണ് ഈ ലിസ്റ്റിൽ നിന്ന് അത്യാവശ്യം നല്ല രീതിയിൽ നേട്ടം ഉണ്ടാകുന്നത്. ആദ്യത്തെ 100 അഡ്വൈസ് പോകുമ്പോൾ തന്നെ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നിന്ന് നിയമനം നടക്കും. കാരണം 318 റാങ്കുകാരന് മാത്രമേ മെയിൻ ലിസ്റ്റിലുള്ളൂ. ഒരാളേ ഉള്ളൂ. 4% സംവരണമുണ്ട് LCക്ക്. അങ്ങനെ നോക്കുമ്പോൾ നല്ല രീതിയിൽ നേട്ടം സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നിന്ന് വരെ കയറിപ്പോകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. SCCC ആരുമില്ല. ധീവര 2 പേരാണുള്ളത്. അത് 100നും 200നും ഇടയ്ക്ക് 122, 160 ഈ റാങ്കുകളിലാണ് ധീവര കാണുന്നത്. അതുകൊണ്ട് തന്നെ ധീവര 50th ടേണാണ് സംവരണമുള്ളത്. അതുകൊണ്ട് എവിടെയാണോ റൊട്ടേഷൻ നിൽക്കുന്നത് നോക്കാം. ആദ്യത്തെ ആൾക്ക് സംവരണത്തിൻ്റെ സാധ്യത ഉണ്ട്. രണ്ടാമത്തെ ആളുടെ സാധ്യത നമ്മൾ റൊട്ടേഷൻ ചാർട്ട് കിട്ടുന്നു. കഴിഞ്ഞ റൊട്ടേഷൻ എവിടെയാണോ അവസാനിച്ചത് നോക്കണം. 40കളിലൊക്കെയാണ് അവസാനിച്ചതെങ്കിൽ പിന്നെ അവിടെ നിന്ന് വെച്ചാണ് തുടങ്ങുക. അപ്പോൾ 50ാമത്തെ ടേൺ എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ വരും.
ആ സംവരണത അതേ അവർക്ക് കിട്ടും. പിന്നെ TPO ഒക്കെ വരാതെ മാറിപ്പോയി കഴിഞ്ഞാൽ കുറച്ച് വൈകും, അത്രയേ ഉള്ളൂ. അത് നമുക്ക് ലാസ്റ്റ് റൊട്ടേഷൻ്റെ സാധ്യതകൾ കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. കാസർഗോഡ് ജില്ലയിലെ കഴിഞ്ഞ ലിസ്റ്റിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത്. കഴിഞ്ഞ ലിസ്റ്റ് എന്ന് പറയുന്നത് ഓഗസ്റ്റ് 2022 1-ാം തീയതി, ഓഗസ്റ്റ് 1, 2022 നിലവിൽ വന്ന ആ ലിസ്റ്റ് ഉണ്ടല്ലോ, ആ ലിസ്റ്റിൻ്റെ കാര്യങ്ങളാണ്. അതായത് 2025 ജൂലൈ 31 അവസാനിച്ച ലിസ്റ്റ്. നമ്മുടെ ലിസ്റ്റ് തുടങ്ങിയത് 1/8/2025, ഈ മാസം ഓഗസ്റ്റ് 1-ാം തീയതിയാണ്. അതിൻ്റെ തൊട്ട് തലേ ദിവസം അവസാനിച്ച ലിസ്റ്റിൽ അതിൻ്റെ ആദ്യത്തെ അപ്ഡേറ്റ്സ് വന്നത് 29/10/2022 അതായത് ഒക്ടോബർ 29 അത് ഓഗസ്റ്റ് 1 ലിസ്റ്റ് വന്നിട്ടും ഒക്ടോബർ 29 അപ്ഡേറ്റ്സ് വന്നത്. 76 അപ്ഡേറ്റ്സ് വന്നിരുന്നു. 76 ആദ്യത്തെ അഡ്വൈസ് തന്നെ 76 പേർക്കുള്ള അഡ്വൈസാണ് വന്നത്. അങ്ങനെ നോക്കുക, അതിൽ എത്ര കാറ്റഗറി നിയമനം നടന്നു നോക്കി കഴിഞ്ഞാൽ ഓപ്പൺ കാറ്റഗറി അത് 45 റാങ്ക് വരെ, ഈഴവ 46, SC 234, ST സപ്ലിമെൻ്റ് ലിസ്റ്റ് 2, മുസ്ലിം 67 റാങ്ക് വരെ, LC റാങ്ക് 222 റാങ്ക് വരെ, OBC 44, വിശ്വകർമ്മ 148, SIC നാട 437, ഡിഫറൻ്റ് ഏബിൾഡ് കാറ്റഗറി LV 1 റാങ്ക്, HI 1, ഇങ്ങനെയുള്ള നിയമന നില നടന്നു. ആദ്യത്തെ അഡ്വൈസ് തന്നെ 76 അഡ്വൈസ് കാസർഗോഡ് ജില്ല ആദ്യത്തെ ഇതിൽ പോയിട്ടുണ്ട്. ഇനി ആ ലിസ്റ്റിലെ അവസാനത്തെ അഡ്വൈസ് നോക്കുക. അവസാനത്തെ അഡ്വൈസ് ഇപ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് കിട്ടിയത് 1/8/2025, അതായത് നമ്മുടെ ലിസ്റ്റ് ഇറങ്ങി അന്ന് തന്നെ ഒരു അഡ്വൈസിൻ്റെ പ്രോസസ്സുകൾ നടന്നിട്ടുണ്ട്, അന്ന് പോയിട്ടുണ്ട്. ഓരോ അഡ്വൈസും കൂടി പോകാനുള്ള സാധ്യതയുണ്ട്. അതായത് 21/7/2025 to 26/7, അതായത് ജൂലൈ 26 വരെയുള്ള വേക്കൻസി, ഏതാണ്ട് എല്ലാ വേക്കൻസിയും റിപ്പോർട്ട് ആയതായിട്ട് ഡീറ്റെയിൽസ് നമ്മുടെ കയ്യിലുണ്ട്. ഇനി ഒരു 5 ദിവസമുണ്ട്, 27, 28, 29, 30, 31. ഈ 5 ദിവസം ഏതെങ്കിലും വേക്കൻസി റിപ്പോർട്ട് ചെയ്ത് അഡ്വൈസ് പോകാനുണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസും കൂടി നമുക്ക് കിട്ടാനുള്ളൂ. ഇങ്ങനെ 6 വേക്കൻസിയിലേക്കാണ് അന്ന് റിപ്പോർട്ട് ചെയ്തത്. അങ്ങനെ ടോട്ടൽ അഡ്വൈസ് കാസർഗോഡിൽ 402 അഡ്വൈസ് പോയിട്ടുണ്ട്. 402 എന്നുള്ള കാസർഗോഡിനെ സംബന്ധിച്ച് കുറച്ച് കുറവാണ്, എങ്കിൽ പോലും 402 അഡ്വൈസാണ് ഇതുവരെ 26-ാം തീയതി ജൂലൈ വരെയുള്ള റിപ്പോർട്ട് ചെയ്ത വേക്കൻസിയിലേക്ക് പോയിട്ടുണ്ട്. 402 അഡ്വൈസ്. അങ്ങനെ 402 അഡ്വൈസ് പോയപ്പോൾ ഓരോ കാറ്റഗറിയിലും എത്രയാണ് അഡ്വൈസ് പോയെന്ന് നോക്കാം. ഓപ്പൺ കോമ്പറ്റീഷൻ 253, ഈഴവ 259, SC സപ്ലിമെൻ്റ് ലിസ്റ്റ് 16, ST സപ്ലിമെൻ്റ് ലിസ്റ്റ് 6, മുസ്ലിം 474, LCO ആംഗ്ലോ ഇന്ത്യൻ സപ്ലിമെൻ്റ് ലിസ്റ്റ് 8, OBC 242, LC 443, SIC നാട സപ്ലിമെൻ്റ് ലിസ്റ്റ് 2, SCCC സപ്ലിമെൻ്റ് ലിസ്റ്റ് 3, ധീവര 365, ഹിന്ദു നാടാർ സപ്ലിമെൻ്റ് ലിസ്റ്റ് 2, ഡിഫറൻ്റ് ഏബിൾഡ് കാറ്റഗറിയിൽ സപ്ലിമെൻ്റ് ലിസ്റ്റ് 4, HI സപ്ലിമെൻ്റ് ലിസ്റ്റ് 3, LD/CP സപ്ലിമെൻ്റ് ലിസ്റ്റ് 3. ഇങ്ങനെയാണ് നിയമനങ്ങൾ നടന്നിരിക്കുന്നത്. കഴിഞ്ഞ ലിസ്റ്റിൽ നിന്നുള്ള നടന്ന നിയമനങ്ങളാണ് 402 അഡ്വൈസ്. ഇനി നമ്മൾ നോക്കുന്നത് അതിൻ്റെ മുമ്പത്തെ ലിസ്റ്റ് ഉണ്ടല്ലോ, കഴിഞ്ഞ അതായത് 2018 തുടങ്ങി 2021 അവസാനിച്ച ലിസ്റ്റ്. 2021 അവസാനിച്ചു, പിന്നെ അടുത്ത ലിസ്റ്റ് 2022 തുടങ്ങുന്നത്. ആ ലിസ്റ്റിൽ എത്രത്തോളം നിയമനം നടന്നുള്ളത് അതാണ് ഞാൻ പറഞ്ഞത്. കാസർഗോഡ് കുറവാണ് കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് നടന്നത് എന്ന് പറയാൻ കാരണം ആ ലിസ്റ്റിൽ നിന്ന് 533 അഡ്വൈസ് പോയിരുന്നു. 533 അഡ്വൈസ് പോയിരുന്നു. അങ്ങനെ 533 അഡ്വൈസ് പോയപ്പോൾ എത്രയാണ് നിയമനങ്ങൾ നടന്നതെന്ന് നോക്കാം. ഓപ്പൺ കോമ്പറ്റീഷൻ 344 റാങ്ക് വരെ പോയി. ഈഴവ 364, SC സപ്ലിമെൻ്റ് ലിസ്റ്റ് 22, ST സപ്ലിമെൻ്റ് ലിസ്റ്റ് 3, മുസ്ലിം സപ്ലിമെൻ്റ് ലിസ്റ്റ് 9, LCO ആംഗ്ലോ ഇന്ത്യൻ സപ്ലിമെൻ്റ് ലിസ്റ്റ് 5, OBC 350, വിശ്വകർമ്മ 378, SIC നാടാർ 359, SCCC സപ്ലിമെൻ്റ് ലിസ്റ്റ് 2, ധീവര 369, ഹിന്ദു നാടാർ സപ്ലിമെൻ്റ് ലിസ്റ്റ് 2, LP 153, ഡിഫറൻ്റ് ഏബിൾഡ് കാറ്റഗറിയിൽ LV 4, HI 7, LD/CP 6. ഇത്രയും നിയമനങ്ങൾ കാസർഗോഡ് കഴിഞ്ഞതിൻ്റെ തൊട്ട് മുന്നത്തെ ലിസ്റ്റിൽ നടന്നു. 533. കഴിഞ്ഞതിൽ 402. ഇപ്പോൾ ഒരു 4 ദിവസത്തെ വേക്കൻസി കൂടി എൻ്റെ ഒരു ഡീറ്റെയിൽസ് കിട്ടാനുള്ളൂ, എങ്കിലും എത്തിയിട്ടില്ല, ആ ലിമിറ്റിലേക്ക് എത്തിയിട്ടില്ല. അതിൻ്റെ കാരണം എന്ത്, അങ്ങനെ ഓരോ വർഷവും എത്ര നിയമനങ്ങൾ നടന്നു നോക്കാം. കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് നമ്മളിപ്പോൾ ഈ ജൂലൈ 31 അവസാനിച്ച ലിസ്റ്റിൽ നിന്ന് ഓരോ വർഷവും എത്രയാണ് നിയമനങ്ങൾ, ഒരു വർഷം എത്രത്തോളം നിയമനങ്ങൾ നടക്കും എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് കഴിഞ്ഞ ലിസ്റ്റിലെ ആദ്യ വർഷം, ഞാൻ വർഷം കണക്കാക്കുന്നത് ഓഗസ്റ്റ് ടു ജൂലൈ ആണ്. കാരണം നമ്മുടെ ലിസ്റ്റ് വന്നത് ഓഗസ്റ്റ് മാസത്തിലാണ്, ഓഗസ്റ്റ് 1 ലിസ്റ്റ് വന്നത്. അപ്പോൾ ഓഗസ്റ്റ് 1 ലിസ്റ്റ് വന്ന് അടുത്ത ജൂലൈ വരെ എത്ര നിയമനങ്ങൾ നടന്നു എന്നാണ് ഞാൻ നോക്കുന്നത്. അങ്ങനെ നോക്കിയപ്പോൾ ആദ്യ വർഷം നടന്നത് 153 അഡ്വൈസാണ്. 153 അഡ്വൈസ്, 153 എണ്ണം. അതിൽ ആദ്യത്തെ എണ്ണം ഫസ്റ്റ് അഡ്വൈസ് തന്നെ 76 എണ്ണം പോയി നോക്കണം. പിന്നെ ഉള്ളത് 80 എണ്ണം, 80 അഡ്വൈസിൻ്റെ അടുത്തേ ആദ്യത്തെ വർഷം പോയിട്ടുള്ളൂ. ഫസ്റ്റ് അഡ്വൈസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു 80 അഡ്വൈസേ ആദ്യത്തെ വർഷം പോയിട്ടുള്ളൂ. അവിടെയാണ് ആ ഒരു കുറവ് വന്നത് എന്ന് നമുക്ക് മനസ്സിലാവും.
അങ്ങനെ എങ്കിൽ പോലും ആദ്യത്തെ വർഷം 153 അഡ്വൈസ് പോയിട്ടുണ്ട്. ആ 153 അഡ്വൈസ് പോയപ്പോൾ ഏത് ലെവൽ ആദ്യത്തെ വർഷത്തിൽ തന്നെ ഏത് ലെവൽ വരെ അഡ്വൈസ് പോയി നോക്കിക്കഴിഞ്ഞാൽ ഓപ്പൺ കോമ്പറ്റീഷൻ 83 റാങ്ക് വരെ പോയിട്ടുണ്ട്. ഈഴവ 98 റാങ്ക് വരെ, SC 442 റാങ്ക് വരെ, ST സപ്ലിമെൻ്ററി ലിസ്റ്റ് 2, മുസ്ലിം 93, LC ഒരാങ്കളോ ഇന്ത്യൻ 520, OBC 84. ബാക്കി നിങ്ങൾക്ക് നോക്കാം. ഈ ലെവൽ വരെ ആദ്യ വർഷം തന്നെ അഡ്വൈസ് ആയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ വർഷമാണ് എല്ലാ ജില്ലകളിലും നിയമനില കുറഞ്ഞത്. അത് കാസർഗോഡ് ഉണ്ടായിട്ടുണ്ട്. കാസർഗോഡ് 83 അഡ്വൈസ് പോയിട്ടുള്ളൂ, ആകെ 83. ആ രണ്ടാമത്തെ വർഷത്തെ കുറവാണ് പലപ്പോഴും ലിസ്റ്റിൽ നിന്നുള്ള നിയമനില കുറയാൻ കാരണം. 402 403 410 ഉള്ളിലേക്ക് ഒതുങ്ങാനുള്ള കാരണം. രണ്ടാമത്തെ വർഷം 83 അഡ്വൈസേ പോയിട്ടുള്ളൂ. മൂന്നാമത്തെ വർഷം 166 എന്നുള്ളത് നമുക്ക് ലാസ്റ്റ് ഡീറ്റെയിൽസ് കൂടി കിട്ടാണ്ട് 166 അഡ്വൈസ് പോയിട്ടുണ്ട്. ഇത്രയാണ് കാസർഗോഡിൻ്റെ ജില്ലയിലെ ഡീറ്റെയിൽസ് നിങ്ങളോട് പറയാനുള്ളത്. കാസർഗോഡ് ജില്ലയിൽ ചെറിയൊരു ലിസ്റ്റാണ്, മുമ്പും ഇതേ ലെവലിലാണ്. ഇതിൽ കാറ്റഗറി വൈസിലുള്ള ഡീറ്റെയിൽസൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി അവസാനത്തെ ഡീറ്റെയിൽസ് കിട്ടി കഴിഞ്ഞാൽ റൊട്ടേഷൻ എവിടെയാണ് അവസാനിച്ചതെന്ന് നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ TPO അല്ലെങ്കിൽ NJD ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയണം. അതുപോലെ പെൻഡിങ്ങിൽ ഡിഫറെൻ്റ് ഏബിൾഡ് കാറ്റഗറിയിൽ ഏതെങ്കിലും പെൻഡിങ്ങിലുണ്ടോ എന്ന് അറിയണം. അതുപോലെ TPO എന്തെങ്കിലും ടെമ്പററി ആയിട്ട് പാസ്റ്റ് മാറ്റി വെച്ച ഏതെങ്കിലും അറിയണം. ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് റൊട്ടേഷൻ ഒരു സാമ്പിൾ ഏതാണ്ട് ഡെമോ റൊട്ടേഷൻ നോക്കി സാധ്യതകൾ പിന്നീട് നമുക്ക് പറയാൻ ശ്രമിക്കാം. ലാസ്റ്റ് ഡീറ്റെയിൽസും കൂടി കിട്ടിയതിന് ശേഷം എല്ലാ ജില്ലകളിലെയും കാര്യങ്ങൾ പറയാൻ ശ്രമിക്കാം. നിങ്ങൾ ഓരോരുത്തർ ആവശ്യപ്പെട്ടതിനനുസരിച്ചാണ്, കാസർഗോഡിലെ ഒരുപാട് സുഹൃത്തുക്കൾ എന്നോട് ആവശ്യപ്പെട്ടതിനനുസരിച്ചാണ് കാസർഗോഡ് ഞാൻ സെലക്ട് ചെയ്തത്. ഇനി നിങ്ങൾക്ക് ഏത് ജില്ലയാണ് വേണ്ടത് നിങ്ങൾ ആവശ്യപ്പെടുക. അതിനനുസരിച്ച് ഞാൻ സമയത്തിനനുസരിച്ച് പരമാവധി വേഗത്തിൽ തന്നെ നിങ്ങളിലേക്ക് ഡാറ്റ എത്തിക്കാൻ ശ്രമിക്കാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.